തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴ ശക്തമാകുകയാണ്. കനത്ത മഴയിൽ പാലക്കാട് വിളയൂർ കുപ്പൂത്ത് ആൽമരം കടമുഴകി വീണു. 150-ലേറെ വർഷം പഴക്കമുള്ള ആൽമരമാണ് വീണത്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും അജിത് ബാബു ഉണ്ട്. അജിത്ത്, പാലക്കാട് മഴക്കെടുതി ഉണ്ടാവുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മുതൽ ശക്തമായ മഴയാണ് പാലക്കാട് പെയ്യുന്നത്. നേരത്തെ തന്നെ ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ട്. ഇത്തരത്തിൽ പുഴയിലേക്കും മറ്റ് ജലാശയങ്ങളിലേക്കും ഒന്നും ഇനി അനുവാദമില്ലാതെ ഇറങ്ങരുതെന്നുള്ള ഉത്തരവൊക്കെ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് 150-ലേറെ വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ആൽമരമാണ് ഇത്തരത്തിൽ കടപുഴകി വീണത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം, ഒരു വലിയ ആൽമരമാണ്. അത്രയും വലിപ്പമുള്ള ഒരു ആൽമരമാണ് ഇത്തരത്തിൽ കടപുഴകി വീണത്. ഈ പ്രദേശത്തൊന്നും ആളുകൾ ഉണ്ടായിരുന്ന സമയമായിരുന്നില്ല, വൈകുന്നേരമായതുകൊണ്ട് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ശക്തമായ മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപകടമൊന്നും ഉണ്ടാകാതെ പോയത്. ഏതാണെങ്കിലും ഈ ഒരുപാട് പക്ഷികളും അങ്ങനെയൊക്കെ താമസിക്കുന്ന ഒരു വലിയ ആൽമരമാണ്. ഈ നാട്ടിൽ തന്നെ അവിടുത്തെ ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളുടെയൊക്കെ ഒരു ഇടം കൂടിയായി ആൽമരം മാറിയിട്ടുണ്ടായിരുന്നു. അത്രയും വലുപ്പമുള്ള ഒരു ആൽമരമായിരുന്നു. അതാണ് ഇപ്പോൾ കടപുഴകി വീണിരിക്കുന്നത്. ഏതാണെങ്കിലും വലിയ കൂറ്റൻ ആൽമരം തന്നെയാണ് ഈ മഴയത്ത് കടപുഴകി. തീർച്ചയായിട്ടും അജിത്ത്, ഒരു ഒറ്റ കാര്യം കൂടി, അതായത് ഇപ്പോൾ മഴയുടെ സ്ഥിതി എങ്ങനെയാണ് പാലക്കാട്? ശക്തമായ മഴയാണ്. ഇപ്പോൾ മഴ അല്പം ശമിച്ചിട്ടുണ്ടെങ്കിലും വൈകുന്നേരം മുതൽ ശക്തമായ മഴയായിരുന്നു പെയ്തിരുന്നത്. നിരവധിയായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും മരങ്ങൾ വീണ് വൈദ്യുതി ലൈനുകൾ തകർന്ന് കരണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അട്ടപ്പാടിയിലൊക്കെ ഇന്ന് ഒരു മണിക്കൂറുകളോളം കരണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. അത് പുനഃസ്ഥാപിക്കാൻ തന്നെ കുറെ സമയമെടുത്തു. മാത്രമല്ല അട്ടപ്പാടി തന്നെ വഴിയിലേക്ക് മുളകളുടെ കൂട്ടം മഴയത്ത് മറിഞ്ഞു വീണതിന് ശേഷം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പാലക്കാട് വിവിധ ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിലേക്കും ഒക്കെ മരങ്ങൾ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാലക്കാട് വീട്ടിലേക്ക് ഒരു വീട്ടിലേക്കുള്ള 2 പേർ അത്ഭുതകരമായി ദമ്പതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. ഏതാണെങ്കിലും ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും ശക്തമായ മഴയായിരുന്നു വൈകുന്നേരം മുതൽ പാലക്കാട് പെയ്തത്. ശരി, അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്.